ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ്. സ്നേക്ക് പ്ലാന്റ് എന്ന് ഈ പേര് കിട്ടാൻ കാരണം തന്നെ ഇതിൻ്റെ ലീവ്സിൻ്റെ ഈ ഷേപ്പ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലീവ്സിന് ആ സ്നേക്കിൻ്റെ ബോഡിയുടെ ഒരു ഷേപ്പാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഗ്രീനും ലൈറ്റ് ഗ്രീനൊക്കെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വന്നേക്കണം. ഇതിനൊരു ചെറിയ തൈയാണ് ഞാൻ ഈ ചെടിച്ചട്ടി നട്ടു കൊടുത്തത്. ഇപ്പം ഇഷ്ടംപോലെ തൈകളാണ് വന്നേക്കണം. മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ട് പുതിയ പുതിയ തൈകളും മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നല്ലൊരു ഔട്ട്ഡോർ ഇൻഡോർ പ്ലാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലാന്റിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. കളേഴ്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്ത് യെല്ലോ ബോർഡർ പോലത്തെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് ഒത്തിരി വലുതാവുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്, അധികം വലുതാവാത്ത ചെറിയ പോട്ടിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന വെറൈറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ല ഭംഗിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് നമ്മുടെ ഗാർഡന് ബോർഡറിങ് ഒക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. അത് നല്ല ഭംഗിയായിട്ട് ഒരു വേലി പോലെയൊക്കെ നല്ല ഭംഗിക്ക് നല്ല രസമായിട്ട് നിൽക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിനെ നട്ടുപിടിപ്പിക്കാനും വളരെയധികം സിമ്പിളാണ്. സൺലൈറ്റ് ഒന്നും ഇതിന് വലിയ പ്രശ്നമില്ല കേട്ടോ. ഞാനിവിടെ സൺലൈറ്റ് നന്നായിട്ട് കൊള്ളുന്ന ഭാഗത്താണ് ഇതിന് വെച്ചേക്കുന്നത്. ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭംഗിയായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് വേഗം തന്നെ. ഇത് കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട്, പക്ഷെ നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫുള്ളായിട്ട് നിറഞ്ഞു വരുമ്പോൾ നമുക്കിതിനെ പുതിയതായിട്ട് വരുന്നതിന് നമുക്ക് മാറ്റിയെടുത്തിട്ട് പുതിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടാനും സുഖമായിട്ട് നടാൻ പറ്റും. നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെ ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒത്തിരി ആവശ്യമാണ്. അപ്പോൾ പുതിയ പ്ലാനിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.